നമുക്ക് ആദ്യം ഒരു വീഡിയോ, ഒരു ചെറിയ ക്ലിപ്പ് കാണാം ഗൈസ്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ സീക്രട്ട് ഏജന്റ് ആണോ അതോ വേറെ ഏതെങ്കിലും ഏജന്റ് ആണോ എന്നുള്ളത്. നിങ്ങളായിട്ട് എനിക്കൊരു ഏജന്റ് എന്നൊരു പേര് തന്നിട്ടുണ്ടായിരുന്നു, ജാഫർ ഏജന്റ്. ജാസ്മിന്റെ ഉപ്പോടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ ജാഫർ ഏജന്റ് അല്ല, ജാഫർ ഏജന്റും സായി ഏജന്റും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതെ, വരാം. ഓക്കെ, കുറച്ച് നല്ല ആൾക്കാരുണ്ട്. വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം നല്ലതാണെങ്കിലേ വിമർശിക്കാം. അങ്ങനെയുള്ളവർക്ക് വിമർശിക്കാം. മറ്റേ പരിപാടി ചെയ്യരുത്, അടുപ്പിലൂതുന്ന പരിപാടി ചെയ്യരുത്, ചെയ്ത പറയുന്നുണ്ട്. ഓക്കെ, ബൈ. യെസ്, അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതരുത്. അതേപോലെ തന്നെ ലൈക്ക് ആരോ കെട്ട വള്ളിക്ക് വിളി കേൾക്കരുത്, തൂറാത്തവൻ തൂറുമ്പോൾ തീറ്റം കൊണ്ട് ആറാട്ട്. ഇങ്ങനെ പല പ്രോവേർബ്സും ഉണ്ട്. ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജാഫർ ഏജന്റ് എന്നുള്ള രീതിയിലുള്ള സംസാരവും സായിയുടെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസും മാരാരെടുത്ത് ഉടുക്കലും മറ്റേ നമ്മുടെ ഡോക്ടർ റോബിൻ എടുത്ത് ഉടുക്കലും എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് പുള്ളിക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഗൈസ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം നമ്മുടെ വോയിസ് ക്ലിപ്പിൻ്റെ കേസ്, അതാണ് ഏറ്റവും കൂടുതൽ കറങ്ങി നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഹെൽനോസ് പാട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ഓൾറെഡി നമ്മുടെ സ്നേഹ പറഞ്ഞ ഒരു സംഭവം, അതായത് സ്നേഹയെ ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയും ഹെൽനോസ് പാട്ട ത്രൂ കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പം അങ്ങനെ ഒരു ഓഡിയോ ഇല്ലെന്ന് പറയുകയും എങ്ങനെ ഉണ്ടെങ്കിൽ പ്രൂഫ് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേറൊരു പ്രോവർബ്, എന്തായാലും സായി ഇങ്ങനെ ഒരു പ്രോവർബ് പറഞ്ഞാൽ നിർത്തിയത്. അപ്പം ഈ പറഞ്ഞ മാതിരി കുറയ്ക്കാത്തപ്പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തുക, അല്ലെങ്കിൽ മലന്ന് കിടന്ന് തുപ്പുക, അങ്ങനെ പല ആചാരങ്ങളും അങ്ങനത്തെ പ്രോവർബ് ഇതിന് മാച്ച് ആവും. ഈ പറഞ്ഞു വരുന്നത് പ്രൊവോക്ക് ചെയ്ത് അവസാനം വീഡിയോ ലീക്ക് ആവുകയും ഓൾറെഡി ആ സംഭവം പ്രൂഫായിട്ട് ഉണ്ടെന്ന് അറിയാം. എന്നിട്ടും എന്തിനാണ് അങ്ങനെ സംസാരിച്ചതെന്ന് നമുക്കറിയത്തില്ല. എടുത്ത് താഴെ വയ്ക്കാനേ സംസാരിച്ചെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ച സംഭവമാണ്. അപ്പോൾ സ്നേഹയ്ക്ക് ഓൾറെഡി അറിയായിരുന്നു കാര്യങ്ങൾ. സ്നേഹ പറഞ്ഞത് സായി വരട്ടെ, വളരെ ക്ലോസ് ആയ ആൾക്കാരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ബാക്കി ആരോടും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇവ കാര്യങ്ങൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും മറ്റു കാര്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ആയിട്ടൊരു ഒപ്പീനിയൻ തോന്നുന്നത്, ഒരു അക്സെപ്റ്റൻസ് കുറവുള്ള പോലെ. പക്ഷേ ലൈക്ക് ഹി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്, സോ വി ഡോണ്ട് വോണ്ട് ടു ഓൾസോ ലൈക്ക് നോ നീഡ് ടു കെയർ. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെപ്പറ്റി സംസാരിക്കുകയാണ്. കാരണം ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല, സ്നേഹയ്ക്ക് ഓൾറെഡി സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് സ്നേഹ അവിടെ അങ്ങനെ ട്വിസ്റ്റ് നടത്തിയത്, റീച്ചിന് വേണ്ടിയിട്ടാണോ എന്തോ അറിയത്തില്ല. ആൻഡ് ഹെൽനോസ് പാട്ട വിളിച്ച് ചോദിച്ചപ്പോൾ, അതായത് തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ആശാത്തി ഇല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. സോ ആ വോയിസ് കൃത്യമായിട്ട് പുറത്ത് വരാനുള്ള കാരണക്കാരി ആരാണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹ ഇൻ്റർവ്യൂവിൽ എന്നൊരു പറയുകയും ചെയ്തു ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ജാഫർ അങ്കിളും സീക്രട്ട് ഏജൻറ്റും വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വരാം, ഒന്ന് വെയിറ്റ് ചെയ്യും, വരാം, വിമർശിച്ചോളൂ, വീട്ടിലുള്ളവരും അതുപോലെ നല്ലതാണെന്ന് ഉള്ളവരാണെങ്കിൽ വിമർശിച്ചോളൂ എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. ജാഫർ ഏജൻറ്റ് തോളത്ത് കയറ്റിരിക്കുന്ന ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, ഈ ഇതിലോട്ട് കയറുന്നതിന് മുമ്പും ജാസ്മിനെ പറ്റിയിട്ടും മറ്റു പല ആൾക്കാരെ പറ്റിയിട്ടും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടും ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ നടക്കുന്ന എല്ലാ സംഭവത്തിനെയും പറ്റിയിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സീക്രട്ട് ഏജൻറ്റ്. അദ്ദേഹത്തിനെ തോളത്ത് കയറ്റുകൊണ്ട് ജാഫർ ഏജൻറ്റ് പറഞ്ഞൊരു ഡയലോഗാണിത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു ക്ലാരിറ്റി തരാനായിട്ട് ദേ ആർ കമ്മിങ് അഗെയിൻ. ഈ വോയിസിൻ്റെ ബേസും അതകത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ദൂതായിട്ട് അവിടെ അകത്ത് പോയിട്ട് സായി ജാസ്മിനോട് ന്യൂസ് കൊടുത്തതിനോട് ഞാൻ യോജിക്കില്ല. വോട്ടെവർ ഇറ്റ് ഈസ് ഞാൻ യോജിക്കില്ല. കാരണം പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയരുതെന്ന് റൂളുണ്ട്. ആ ഒരു സംഭവത്തിനെ സായി എന്ത് എക്സ്പ്ലെയിൻ ചെയ്താലും ഞാൻ യോജിക്കില്ല. കാരണം അത് പറയരുതായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് നിൻ്റെ കഷ്ടകാലം. ഐ മീൻ നിൻ്റെ ആ ഒരു ഇൻറ്റു മാർക്ക്. സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള പേര് ഉൾട്ടടിയാനായിട്ട് ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ നീ ചെയ്ത ഒരു ആക്റ്റാണ് സായി. നീ എന്നൊക്കെ ആ ഒരു ആക്ട്. അപ്പോൾ നീ എന്നൊക്കെ സംസാരിക്കുന്നത്, ഞാൻ സായിയോട് സംസാരിക്കുന്നത്, അതായത് ഈവൻ നമ്മൾ ഫോൺ കോൾ ചെയ്യാറും സംസാരിക്കാറും എല്ലാം ഉണ്ട്.
ആസ് എ പേഴ്സൺ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. കാരണം ഭയങ്കര ഹ്യൂമാനിറ്റി ബേസുള്ള വ്യക്തിയാണ്. ഞാൻ ഇതിനു മുമ്പാണ്, ഞാൻ ആദ്യം വീഡിയോ തപ്പോൾ ഞാൻ സായോട് ചോദിച്ചത്, സായി നീ ഇത്ര പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതാണ്. ഒരു വെറുതെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ എന്നാലും സീക്രട്ട് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ എന്ത് ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാത്തത്, സ്നേഹയ്ക്ക് അറിയാഞ്ഞിട്ടും സ്നേഹ എന്തിനാണ് ആ വീഡിയോ പ്രൊവോക്ക് ചെയ്തത്. രണ്ട്, ജാഫർ അങ്കിളും സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള, അതായത് സായി ആയിട്ടുള്ള കോൺവെർസേഷൻ, അത് ഈ പറഞ്ഞ പോലെ എന്ത് ബേസിലാണെങ്കിലും എന്ത് ഇതിലാണെങ്കിലും അകത്ത് പോയിട്ട് ഈ കാര്യം ഷെയർ ചെയ്യേണ്ട ആവശ്യം ഡൂഡിനില്ലായിരുന്നു. അതായത് നമ്മുടെ തന്നെ വിളിക്കുന്ന പോലെ ഡൂഡിലില്ലായിരുന്നു. അതിനെന്ത് ന്യായീകരിച്ചാലും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മക്കളെ, സായി പറഞ്ഞിരിക്കുന്നത് അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതരുത്, ഊതിയവരുണ്ടെന്നാണ്. അപ്പോൾ ഊതിയവർക്ക് മറുപടി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മോർ ക്ലാരിറ്റി ഇവർ തരും. അത് സീക്രട്ട് ഏജൻറ്റ് തന്നെയാണ്, സായി തന്നെയാണ് സംസാരിക്കേണ്ടത്. കാരണം നമ്മൾ ആര് സംസാരിച്ചാലും എന്താണ് ഇതിൻ്റെ തുടക്കം, സ്റ്റാർട്ടിങ്, വൈ, എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് പുള്ളി വരും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം.